ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാലില്ലാതെ ഒരു പാൽഗോവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റിലുള്ള പാൽഗോവ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ടേസ്റ്റ് നമ്മളെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൽഗോവ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് പാൽഗോവ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1/2 കപ്പ് പശു നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പശു നെയ്യായിട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രശ്നമൊന്നും ഇല്ല. ഞാൻ അതുപോലെയും ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് 5 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. കരിഞ്ഞു പോവാതെ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുട്ടികൾക്ക് മുമ്പ് 2-3 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിതിൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെയിലി വാങ്ങുന്ന ഒരു ഐറ്റമാണിത്. അത് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സ്വീറ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ നിഹാലാസ് കിച്ചൺ ഫോളോ ചെയ്യാനും മറക്കരുതേ. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ആവുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മീഡിയത്തിനെക്കാട്ടിയും കുറച്ച് ലോലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യാം. ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റും. കരിഞ്ഞു പോവാതെ ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്കിനി ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി ഈ സമയത്തേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതിയാകും. അത് 1 കപ്പോളം ആയി വരും. ഇനി നമ്മൾ 4 ഏലക്ക ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച ആ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീട്ടിൽ കുറച്ചധികം ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുട്ടികൾക്ക് മാത്രമേ അത് തികഞ്ഞുള്ളൂ. നമുക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാം. ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് പാൽപ്പൊടി കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ മാവ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ആയിക്കോളും. പ്രശ്നമൊന്നുമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദാമാവ് നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാവുള്ളൂ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ കണ്ടെയ്നറിൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകി കിട്ടില്ല. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബോക്സ് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിന് താഴെ ഫ്രീസറിലല്ല വെച്ചത്, താഴെയാണ് വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുട്ടികൾക്കൊന്നും തീരെ ക്ഷമയുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്ത് 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ പാൽഗോവയുടെ അതേ ഒരു ലെവലിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്വയർ പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാൽഗോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. എൻ്റെ പിറകിൽ തന്നെ കുട്ടികൾ നിന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട ക്ഷമയൊന്നും അവർക്കില്ല. ഇത് സെറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഫ്രിഡ്ജ് ഓപ്പണാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് കിട്ടിയ പാടെ ഓടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളും കുട്ടിക്ക് ട്രൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാൽഗോവ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ ആ നൊസ്റ്റാൾജിക്ക് ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ആ സ്കൂൾ കാലഘട്ടമൊക്കെ നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.